ഹലോ ഹായ് റസിയ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഇഫ്താർ സ്നാക്സ് ആണ് കേട്ടോ. ഒരു അടിപൊളി ഇഫ്താർ സ്നാക്സ് ആണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. സമൂസ ഷീറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ പച്ചമുളക് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ഉരുളക്കിഴങ്ങ് ഞാൻ കട്ട് ചെയ്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങിൽ ഒരു ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാലയിൽ ഉപ്പ് അതിന് പാകത്തിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടുതലൊന്നും ആക്കരുത് കേട്ടോ. ഞാൻ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു 4 കഷ്ണം ചിക്കൻ എടുത്തിട്ട് അതുപോലെ വേവിച്ചെടുത്തതാണ്. കുരുമുളക് പൊടിയും ലേശം ഉപ്പൊക്കെ ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതൊന്ന് മിക്സിൻ്റെ ജാറിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലാത്തവർ ഇത് ഉണ്ടാക്കാതിരിക്കണ്ട, സ്നാക്സൊക്കെ ഉണ്ടാക്കിക്കോളി. ചീസ് ഉള്ളവർ ഇട്ട് കൊടുക്കുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഇനി ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതാ സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ നടുഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സമൂസ ഷീറ്റ് കൊണ്ട് 2 നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബാറ്ററി ഇതേപോലെ 1 സ്പൂൺ എടുത്തിട്ട് ഇതിലേക്ക് വെച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലൊന്ന് മടക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ അവിടെ മടക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ലാസ്റ്റിൽ നമ്മൾ കുറച്ച് മൈദൻ്റെത് പുരട്ടി കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മളിതിൻ്റെ 2 അഗ്രഭാഗത്തും ഇതുപോലെ ഒന്ന് മൈദയിൽ മുക്കിയിട്ട് നമ്മളിതാ കുറച്ച് സേമി ചെറുതായി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 അഗ്രഭാഗങ്ങളൊന്ന് മുക്കി കൊടുക്കാം. ആദ്യം മൈദയിൽ ചെയ്യാം, പിന്നെ അതിന് ശേഷം സേമിയിലും അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ളതും അതുപോലെ തന്നെ മടക്കിയെടുത്ത് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലൊന്ന് ഒഴിച്ചെടുക്കാം. ഓയിലൊന്ന് നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മളിത് ഓരോന്നായിട്ട് അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഇതിനൊന്ന് മറിച്ചിട്ട് കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ അതാ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്സ് ആണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.